മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. ദേവി മഹാത്മ്യത്തില് മഹിഷാസുരന്റെ വധം കഴിഞ്ഞ് ദേവന്മാരൊക്കെ കൂടി ദേവിയെ സ്തുതിച്ചു. ദേവി ആ സ്തുതി കണ്ട് തൃപ്തയായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവന്മാര് ഇനി എന്തു വരാണ് വേണ്ടത് എന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ എന്തും തരാം. വിഷമമുള്ളതായിട്ട് നിങ്ങൾക്ക് വിഷമമുള്ളതായിട്ടുള്ള എന്ത് കാര്യമാണ് എന്നെ കൊണ്ട് സാധിക്കാനുള്ളത് വെച്ചാൽ അതൊക്കെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു ദേവി. അപ്പോൾ ദേവന്മാര് മറുപടി പറയുകയാണ്. ദേവാഊചുഹു, ദേവന്മാർ പറഞ്ഞു, ഭഗവത്യാകൃതം സർവം ന കിഞ്ചിദവശിഷ്യതേ യദയം നിഹതശത്രുരസ്മാകം മഹിഷാസുരഃ. ഭഗവത്യാ സർവം കൃതം. ഇനി ഭഗവതി തന്നെ ദേവി എല്ലതും ചെയ്തു കഴിഞ്ഞു, എല്ലാം ചെയ്യപ്പെട്ടു. ഭഗവതിയാൽ എല്ലാം ചെയ്യപ്പെട്ടു. കൃതം സർവം ചെയ്യപ്പെട്ടു. കൃതം ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഭഗവതിയാൽ ദേവിയാൽ സർവ്വതും ചെയ്തു കഴിഞ്ഞു. ഇനി വേറെ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ന കിഞ്ചിത് അവശിഷ്യതേ, ഇനി ബാക്കിയൊന്നുമില്ല. കിഞ്ചിത് ന അവശിഷ്യതേ, ചെയ്യാനായിട്ട് ഇനി വേറെ ഒന്നും ബാക്കിയില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഇനി വേറെ ഒന്നും ബാക്കിയില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വിഷമം ഈ ഒന്നാണ്. എന്താണ്? അസ്മാകം ശത്രുഹു, ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള ഈ മഹിഷാസുരൻ അയം മഹിഷാസുര നിഹത. അസ്മാകം ശത്രുഹു, ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള അയം മഹിഷാസുര, ഈ മഹിഷാസുരൻ ദേവിയാൽ വധിക്കപ്പെട്ടു. ഇനി അതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് വിഷമം. ഈ മഹിഷാസുരനെ കൊണ്ടുള്ള വിഷമാണ് ഉണ്ടായിരുന്നത്. ആ മഹിഷാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ വരം ചോദിക്കാനൊന്നുമില്ല. എല്ലാം സാധിച്ചു കഴിഞ്ഞു ഈ അസുരനെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്നാണ്. യതിചാപി വരോദേയസ്ത്വയാസ്മാകം മഹേശ്വരീ സംസ്മൃതാത്വം നോ ഹിംസേഥാ പരമാപദ. ഇനി യതിചാപി വരോദേയ, എന്നാലും വരം വേണമെന്നുണ്ടെങ്കിൽ ഭഗവതിക്ക് ദേവിക്ക് തന്നെ വിചാരമുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വരം വേണമെന്ന്. ഇപ്പം തന്നതൊന്നും മതിയായില്ല, ഇനിയും വേണം വരം തരണം എന്ന് മോഹം ഉണ്ടെങ്കിൽ, ദേവിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതായിക്കോട്ടെ എന്ന് പറയാണ്. യതി ചാപി വരോദേയ, ഇനിയും വരം നൽകണം എന്നുണ്ടെങ്കിൽ ദേവി ത്വയാ അസ്മാകം, ഞങ്ങൾക്ക് ഇനിയും വരം നൽകണം എന്നാണ് ദേവിയുടെ താല്പര്യമെങ്കിൽ മഹേശ്വരി സംബോധനയാണ്. അല്ലയോ മഹേശ്വരി, സംസ്മൃതാത്വം, ഞങ്ങൾ ഓർമ്മിക്കുമ്പോഴൊക്കെ സംസ്മൃത, ഞങ്ങൾ സ്മരിക്കുമ്പോഴൊക്കെ, ഞങ്ങളാൽ സ്മരിക്കപ്പെടുമ്പോഴൊക്കെ ത്വം അങ്ങ് നോ ഹിംസേഥാഹ പരമാപദ നഹ, ഞങ്ങളുടെ പരമാപദ ഹിംസേഥാ, എല്ലാ ആപത്തുകളെയും ഹിംസിച്ചാലും ഇല്ലാതാക്കിയാലും അതേ ഞങ്ങൾക്ക് വരാനുള്ളൂ. ഇപ്പൊ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും വരം വേണം എന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും വരം തരണം എന്ന് മോഹം ഉണ്ടെങ്കിൽ ഇതേ ചോദിക്കാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ സ്മരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അപ്പോൾ ഒക്കെ ഞങ്ങളുടെ ശത്രുക്കൾ, ഞങ്ങളുടെ ആപത്തുകളൊക്കെ ഇല്ലാതാക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു വരമേ ചോദിക്കാനുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾ സ്മരിക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ യഥായി സംസ്മൃത എപ്പോഴൊക്കെ ഞങ്ങൾ സ്മരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ വരുള്ളൂ. സ്മരിക്കാൻ ആപത്തുണ്ടാവുമ്പോഴേ സ്മരിക്കാറാവുള്ളൂ എന്നുള്ളതാണ്. ദേവന്മാരെ വിളിക്കുക, ഭഗവാനെ വിളിക്കുക എന്നുള്ളത് ആപത്തുണ്ടാവുമ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഓർക്കില്ല ആരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ സ്മരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ആപത്തുകളൊക്കെ ഇല്ലാതാക്കിയാൽ മതി എന്നുള്ളത് ദേവന്മാരുടെ മറുപടി. അതാണ് ഉണ്ടായത്. ഇനി ഒന്നും കൂടി ആയിക്കോട്ടെ. യശ്ച മർത്യസ്തവൈരേഭിരസ്ത്വം സ്തോഷ്യത്യനലാനനേ തസ്യ വിദ്ധി വിഭവ പുത്രധാരാദിസമ്പദം വൃദ്ധയേ സുപ്രസന്നാത്വം ഭവേഥാ സർവദാംബികേ.
യശ്ച മർത്യസ്തവൈഹി ഏഭി, യാതൊരു മർത്യനാണോ, യഹാച മർത്യ, യാതൊരു മർത്യനാണോ മനുഷ്യനാണോ, ഏഭി സ്തവൈഹി, ഈ സ്തുതികളെ കൊണ്ട്, ഞങ്ങളിപ്പോൾ ചെയ്തുല്ലോ, ദേവിയെ സ്തുതിച്ചുല്ലോ, ആ സ്തുതി കൊണ്ടാണ് ദേവി പ്രസന്നയായത്, നല്ലോണം പ്രസന്നയായി എന്ന് പറഞ്ഞു. എന്നിട്ടാണല്ലോ ഈ വരം തരാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തതായിട്ടുള്ള ഈ സ്തുതികൾ കൊണ്ട് യഹാമർത്യ, ആതൊരു മനുഷ്യനാണോ ദേവിയെ സ്തുതിക്കുന്നത്, യശ്ച മർത്യ തവൈഹി ഏഭി സ്തവൈഹി ഏഭി, ഈ സ്തവങ്ങളെ കൊണ്ട്, ഈ സ്തോത്രങ്ങളെ കൊണ്ട് ആരാണോ ദേവിയെ സ്മരിക്കുന്നത്, സ്തുതിക്കുന്നത്, തസ്യ വിത്തർദ്ധി വിഭവ പുത്രധാരാദി സമ്പദം, വിത്തം ഋദ്ധി ഐശ്വര്യം, വിഭവങ്ങള്, എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള വിഭവങ്ങളും, പുത്രധാരാദി സമ്പദം, പുത്രന്മാര്, ധാരങ്ങള് തുടങ്ങിയതായിട്ടുള്ള എല്ലാ സമ്പത്തുകളും, ഭഗവതിയെ ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യന് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യങ്ങളും, അതായത് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധനം, ബാക്കിയുള്ളതായിട്ടുള്ള അഭിവൃദ്ധി, വിഭവങ്ങള്, പുത്രന്മാര്, ധാരങ്ങള് എന്ന് വെച്ചാൽ പത്നി, ഇങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ സമ്പത്തുകളുടെയും വൃദ്ധിക്കായിക്കൊണ്ട് സുപ്രസന്നാത്വം ഭവേധാഹ, ഭഗവതി പ്രസന്നയായിത്തീരണം, ത്വം സുപ്രസന്ന ഭവേധാ, ഭഗവതി സുപ്രസന്നയായിത്തീരണം, അവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഈ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവതിയെ സ്തുതിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഭഗവതി പ്രസാദിക്കണം എന്നാണ് പറഞ്ഞത്. സർവദാ അംബികയെ, എപ്പോഴും എല്ലാ കാലത്തും ഈ സ്തോത്രങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള, സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ദേവി പ്രസാദിക്കണം എന്നുള്ള ഒരു വരാണ് ഒടുക്കം ചോദിച്ചത്. ഇനി പൂർവമേവ വരം പ്രാദാഹ്യസ്മാകം വചനാത് പുനഃ ദേവാനാം മനുജാനാം ച ഹിതായ മഹശാർദിനി. പൂർവമേവ വരം പ്രാദാഹ, മുമ്പ് തന്നെ വരം തന്നു. അതായത് ഈ സ്തോത്രങ്ങൾ ചെയ്യണവർക്കൊക്കെ ഞാൻ വേണ്ടത് കൊടുത്തോളാം എന്ന് ദേവി ആദ്യം തന്നെ പറഞ്ഞു. അങ്ങനെ പൂർവമേവ, മുൻപ് തന്നെ ദേവി വരം നൽകി കഴിഞ്ഞതാണ്. പൂർവമേവ വരം പ്രാദാഹ, ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഈ വരം തന്നതാണല്ലോ, ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നവർക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതായിട്ടുള്ള ആ വരം നൽകിയിരുന്നു. ആദ്യം തന്നെ ദേവി തന്നെ പറഞ്ഞു. എങ്കിലും അസ്മാകം വചനാത് പുനഃ, ഞങ്ങൾ പറഞ്ഞതായിട്ട് ഒന്നും കൂടി ആയിക്കോട്ടെ എന്നാണ്. ദേവി സ്വയം തന്നെ അത് ചെയ്തതാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പറഞ്ഞതായിട്ട് അതൊന്നും കൂടിയും അംഗീകരിക്കണം എന്നുള്ളതാണ്. അസ്മാകം വചനാത്, ഞങ്ങളുടെ വാക്കായിട്ട്, പുനഃ വീണ്ടും, ദേവാനാം മനുജാനാം ച, ദേവന്മാരുടെയും മനുഷ്യരുടെയും ഹിതത്തിനായിട്ട്, ഹിതായ, ദേവാനാം മനുജാനാം ച ഹിതായ, ദേവന്മാരുടെയും മനുഷ്യരുടെയും ഹിതത്തിനായിട്ട്, മഹിഷാർദിനി സംബോധന, അല്ലയോ മഹിഷാസുരനെ വധിച്ചതായിട്ടുള്ള ദേവി, ഈ ഞങ്ങളുടെ ഹിതത്തിനായിട്ട്, ദേവന്മാരുടെയും മനുഷ്യരുടെയും ഹിതത്തിനായിട്ട് ഞങ്ങൾ പറഞ്ഞതായിട്ട് ഇതൊന്നും കൂടി ചെയ്തേക്കൂ, അനുഗ്രഹിച്ചേക്കൂ എന്നാണ്. മനുഷ്യരെ ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാവാനായിട്ട് ഒന്നുകൂടി അനുഗ്രഹിച്ചേക്കൂ എന്നുള്ളതാണ്. ഇതി പ്രസാദിത ദേവൈർ ജഗതോർത്ഥേ തഥാത്മന തഥേത്യുക്വാ ഭഗവതി ബഭൂവ അന്തർഹിത നൃപ. ഇതി പ്രസാദിത, ഇപ്രകാരം പ്രസാദിക്കപ്പെട്ട, സന്തുഷ്ടയാക്കപ്പെട്ട ദേവി, പ്രസാദം ചെയ്യപ്പെട്ടതായിട്ട് സന്തുഷ്ടയായ ദേവി, ഇപ്രകാരം ദേവന്മാരുടെ സ്തുതി കൊണ്ടും ആവശ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സന്തുഷ്ടയായ ദേവി, പ്രസാദിതയായിട്ടുള്ള സന്തുഷ്ടയാക്കപ്പെട്ട ദേവി, ജഗതഃ അർത്ഥേ, ജഗത്തിനു വേണ്ടി, പ്രപഞ്ചത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി, ജഗതഃ അർത്ഥേ തഥാ ആത്മനഃ എന്ന് മാത്രമല്ല തനിക്ക് വേണ്ടിയിട്ടും, അതായത് ലോകം നന്നായിട്ടിരിക്കുക എന്നുള്ളത് ദേവിയുടെയും ആവശ്യമാണ്. അപ്പോൾ ജഗത്തിനു വേണ്ടിയും തനിക്ക് വേണ്ടിയുമായിട്ട്, തഥാ ആത്മനഃ തഥേത്യുക്വ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട്, അതായത് ദേവി അംഗീകരിച്ചു. ആ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നവർക്കൊക്കെ നന്മ ഉണ്ടാവും എന്നുള്ളതായിട്ടുള്ള അനുഗ്രഹം കൊടുത്തു. തഥാ ഇതി ഉക്വ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഭഗവതി
ബഭൂവ അന്തർഹിത നൃപ. അവിടെ തന്നെ അന്തർധാനം ചെയ്തു, മറഞ്ഞു. ഭഗവതി അവിടെ മറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവതി മറഞ്ഞു എന്ന് നൃപ രാജാവിനോട് പറയുകയാണ്. മഹർഷി രാജാവിനോട് പറയണതാണ്. തഥൈവ നൃപ എന്നുള്ള രാജാവിൻ്റെ സംബോധനയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.